നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ പെറ്റ് രാജ്യം, ആ പെറ്റ് രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ നടന്നിട്ടുള്ള മുസ്ലിം ഭീകരാക്രമണം, ഇസ്ലാമിക കൊടും ഭീകരവർഗത്തിന്റെ ജിഹാദികളുടെ ആ ക്രൂരമായിട്ടുള്ള ആക്രമണം, അതിനെ നമ്മൾ അക്ഷരം തെറ്റാതെ മുസ്ലിം ഭീകരാക്രമണം എന്ന് തന്നെ പറഞ്ഞ് പഠിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇസ്ലാമിക ജിഹാദിസം, ഇസ്ലാമിക ഭീകരത എന്നൊന്നുമല്ല പറയേണ്ടത്. മുസ്ലിം ഭീകരത, മുസ്ലിം ഈ പറയുന്ന തീവ്രവാദികൾ എന്നൊക്കെ തന്നെയാണ് പറയേണ്ടത്. കാരണം മുസ്ലിമും ഇസ്ലാമും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതിനെ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് വെളുപ്പിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും നമ്മൾക്കില്ല. നോക്കൂ, ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ നാട് ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന പിണറായി അടക്കമുള്ള അതല്ലെങ്കിൽ ഒട്ടേറെ മഹാരഥന്മാർ, ഈ പിണറായി ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല, ഒട്ടേറെ മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ ഇരുന്ന ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് പിണറായി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ നാടായിരുന്ന നമ്മുടെ നാടിനെ എത്രത്തോളമാണ് ചെകുത്താന് കൂട്ടിക്കൊടുത്തുകൊണ്ട്, ചെകുത്താൻ വർഗങ്ങൾക്ക് കൂട്ടിക്കൊടുത്തുകൊണ്ട് ഈ നാടിനെ മുസ്ലിം ഭീകരതയുടെ ഹബ്ബാക്കി മാറ്റിയ, ഹെഡ് ഓഫീസായി യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയ, അതിന് ചുക്കാൻ പിടിച്ച ഇടതും വലതും എത്രത്തോളമാണ് ഈ നാട്ടിലെ ഇവന്റെയൊക്കെ കാഫിർ എന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഹിന്ദുവിനോടും ക്രിസ്ത്യനോടും ചെയ്തിട്ടുള്ള ചതി എന്നുള്ളത് നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടത് തന്നെയാണ്. കാരണം എറിഞ്ഞു തരുന്ന നക്കാപ്പിച്ച കിറ്റ് നക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ ഇത്രയും നാൾ കൊടുക്കാത്ത ആനുകൂല്യങ്ങളൊക്കെ ഈ അവസാന നാളിൽ കൊടുത്തുകൊണ്ട്, തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന മലയാളിയെ പറ്റിച്ചുകൊണ്ട് ഇനിയും ഭരണം നേടാൻ വേണ്ടി നിങ്ങളുടെ മുൻപിൽ വെളുക്കെ ചിരിച്ചു കൊണ്ടുവരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഇടത് വലത് സ്ഥാനാർത്ഥികളായാലും അതല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭയിലെ സ്ഥാനാർത്ഥികളായാലും അവരുടെ ആ വെളുക്ക ചിരിയിൽ, അതല്ലെങ്കിൽ നക്കാപ്പിച്ച എറിഞ്ഞു തരുന്ന കിറ്റ് നക്കിക്കൊണ്ട് ഇനിയും അവരുടെ ചതിയിൽ പെടാതിരിക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ, ഏതൊരു കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, അവനൊക്കെ നിങ്ങളുടെ നാശത്തിന് വേണ്ടി ഇസ്ലാമിക ജിഹാദികളെ വളർത്തുന്ന, നമ്മളെയൊക്കെ വെറും കാഫിറുകളായി കാണുന്നവന്മാർ തന്നെയാണ് എന്നുള്ളത് അവന്റെയൊക്കെ ചരിത്രം മനസ്സിലാക്കുക. ഇത്രയും നാൾ ഓരോ ഹിന്ദുവിനോടും ക്രിസ്ത്യനോടും ചെയ്ത ചതി എത്രത്തോളം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു വനിതാ സഖാവിനെ കണ്ടു. ഈ വനിതാ സഖാവ് എന്നോട് ഏകദേശം മിണ്ടിയിട്ട് 13 വർഷമായി എന്നുള്ളതാണ്. ഇവർ എൻ്റെ കൂടെ പഠിച്ചത് മാത്രമല്ല, എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. എന്നോട് വളരെയധികം വലിയ സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വനിതാ സഖാവാണ്. ഈ 10-13 വർഷമായി എന്ന് പറയാൻ കാരണം, ഞാൻ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജി പാർട്ടി, എൻ്റെ അച്ഛൻ 2013 മരിച്ചതിന് ശേഷം എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എന്റെ ഭാരതീയൻ, എന്റെ ഭാരതത്തോട് കാണിക്കുന്ന ഈ ശുദ്ധ വൃത്തികേടുകൾക്കെതിരെ പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. ഇനിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ നരഭോജികളെ സഹിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ അച്ഛനുള്ള സമയത്ത് എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അച്ഛന്റെ മരണശേഷം ഞാൻ ആ പാർട്ടി വിട്ട സമയത്ത് അന്ന് മിണ്ടിയതാണ് എന്നോട് ആ സഹോദരി, അന്ന് മിണ്ടിയതാണ് എൻ്റെ ആ കൂട്ടുകാരി, സഖാത്തിയായിട്ടുള്ള ആ കൂട്ടുകാരി. പിന്നെ മിണ്ടുന്നത് കഴിഞ്ഞ ദിവസമാണ്. എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ രസമാണ്. കാരണം അവർ അവരുടെ അനുഭവങ്ങൾ കുറെ പങ്കുവെച്ച് അവർ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബൈജു, നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിലപാടും അതല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുന്ന സമയത്ത് നിന്നെ എനിക്ക് ഭയങ്കര ശത്രുതാ മനോഭാവമായിരുന്നു. എന്നെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ തുണ്ടമായിട്ടല്ല തുണ്ടം തുണ്ടമായിട്ട് വെട്ടാനുള്ള ദേഷ്യം പോലും എനിക്കൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെ കൂട്ടുകാർക്കും നമ്മുടെ എല്ലാ സഖാക്കളായിട്ടുള്ള കൂട്ടുകാർക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചെറു ചിരിയോടെ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ഇപ്പോഴെന്തായി ഈ ചിരിയും അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള വിദ്വേഷമൊക്കെ പോയോ എന്ന് ചോദിച്ചപ്പോഴാണ് അവരൊരു കണ്ണീരോടുകൂടി തന്നെ അവരുടെ അനുഭവങ്ങൾ പറയുന്നത്. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തും രക്തം കൊടുത്തും വളർത്തിയ പഴയകാല സഖാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഏതൊരാളും ഇന്ന് പച്ചയ്ക്ക് പറയും, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുസ്ലിം ഭീകരന്മാർ വിഴുങ്ങിയിരിക്കുന്നു. ഇന്ന് ഇസ്ലാമിക ജിഹാദികളുടെ താളത്തിനൊത്ത് തുള്ളുന്ന, അതല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗത്തിന്റെയൊക്കെ അഴിമതി വീരന്മാരുടെയും പെണ്ണുപിടിയന്മാരുടെയും ബലാത്സംഗ വീരന്മാരുടെയും മയക്കുമരുന്ന് അഡിക്റ്റുമായിട്ടുള്ള ഈ തമ്മാടികളുടെ കയ്യിലാണ് ഈ പാർട്ടി എന്നുള്ളത് കരഞ്ഞുകൊണ്ട് ആ യുവതി എൻ്റെ അടുത്ത് അനുഭവം വെളിപ്പെടുത്തിയ സമയത്ത് എനിക്കും എൻ്റെ തൊണ്ടയൊന്ന് ഇടറി. കാരണം എൻ്റെ അച്ഛൻ ജീവൻ പോകുന്നത് വരെ ജീവനും അദ്ദേഹത്തിന്റെ ആ ആരോഗ്യവും എല്ലാം കൊടുത്ത് പാർട്ടി വളർത്താൻ വേണ്ടി നടന്ന ആ നിമിഷങ്ങൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പങ്കുവെച്ചു. എങ്ങനെയാടാ നിനക്ക്, ഈ അച്ഛന്റെ മകനായിട്ടുള്ള നിനക്ക് എങ്ങനെയാടാ പാർട്ടിക്കെതിരെ നിലപാടെടുക്കാൻ പറ്റിയത് എന്ന് ചോദിച്ച ആ നാക്കുകൊണ്ട് പിന്നീട് കഴിഞ്ഞ ദിവസം അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നീ ആയിരുന്നു ശരി, നീ പറയുന്നതാണ് ശരി, ഇന്ന് ഞങ്ങൾക്ക് അതിന്റെ യാത്ര
യാഥാർത്ഥ്യം മനസ്സിലാവുന്നു, അല്ലെങ്കിലും ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കാൻ ചിലർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ചിന്തിക്കാനാവാത്ത അടിമകളാക്കപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സഖാക്കന്മാരായുടെ വേഷം കെട്ടി നടക്കുന്നു, കോൺഗ്രസ്സുകാരായുള്ള വേഷം കെട്ടി നടക്കുന്നു. ഇന്നും അവർ അതിന് വിളിക്കുന്ന ന്യായീകരണം ഞങ്ങൾ മതേതരന്മാരാണ്, ജനാധിപത്യക്കാരാണ് എന്നുള്ളതാണ്. എന്നാൽ ഇവന്മാരുടെ ഈ മതേതരം എത്രത്തോളമാണ് ഇന്ന് ഈ പാർട്ടികളിൽ നടമാടുന്നത് എന്ന അനുഭവ സാക്ഷ്യമാണ് ആ യുവതി വെളിപ്പെടുത്തിയത്. അതും 47 വയസ്സ് മാത്രമുള്ള അവരുടെ നല്ല കാലം പൂർണ്ണമായിട്ടും ഈ പാർട്ടിക്കും ഈ പാർട്ടിയുടെ വളർച്ചയ്ക്കും വേണ്ടി ആ കുടുംബം ഒന്നടങ്കം സഹിച്ച ത്യാഗമുണ്ടല്ലോ, ആ ത്യാഗത്തിലെ ഒരു കണ്ണി പറയുമ്പോൾ അത് വലിയൊരു അനുഭവം തന്നെയാണ്. അത്രയ്ക്ക് മാറിയിരിക്കുന്നു എന്ന നമ്മുടെ നാട്ടിലെ ഇടതും വലതുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളതാണ്. ഇസ്ലാമിക ജിഹാദികൾ ആ പാർട്ടികളെ വിഴുങ്ങിയിരിക്കുന്നു. പൊളിറ്റിക്കൽ മുസ്ലിം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പേരിൽ നമ്മൾ ഓമന പേരിട്ട് വിളിക്കേണ്ട മുസ്ലിം തീവ്രവാദികൾ ആ പാർട്ടികളെ വിഴുങ്ങിയിരിക്കുന്നു. ഇന്ന് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള സംഘടനകൾ വെറും തുച്ഛമായ സംഘടനകൾ മാത്രമായി മാറിയിരിക്കുന്നു. ഒരുപാട് മഹാരഥന്മാർ കടന്നുപോയിട്ടുള്ള, അതല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള, രക്തവും വിയർപ്പും ഒഴുക്കിയിട്ടുള്ള ആ പാർട്ടികൾ എന്നുള്ളത് ആ യുവതി തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിലേറെ ദൃഷ്ടാന്തം എന്തിനാണ് നമ്മൾക്ക്. നോക്കൂ, നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മുസ്ലിം ഭീകരവാദികൾ ബോംബ് പൊട്ടിച്ചുകൊണ്ട് രാജ്യത്തെ പൗരന്മാരെ കൊന്നൊടുക്കി. എന്തിനു വേണ്ടിയിട്ടാ? ഇവന്റെയൊക്കെ ഇസ്ലാമിക രാജ്യ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നടപ്പിലാക്കിയത് ആരാ? ഉന്നത പദവിയിലുള്ള ഡോക്ടർമാരാണ്. അതിലൊരു സ്ത്രീ പോലും ഉൾപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴും അതിനെ വെളുപ്പിച്ചെടുക്കാൻ ഇവിടുത്തെ സകലമാന മുസ്ലിം നാമധാരികളും മുസ്ലിങ്ങളും കണ്ടെത്തിയ മാർഗം അവർക്ക് അവരുടെ കിതാബിൽ അനുവദിച്ചു കൊടുത്തതാണ് തക്കിയ എന്ന പേരിൽ. ആ തക്കിയ പ്രകാരം അവർ പറഞ്ഞതെന്താ? ഈ നാട്ടിലെ BJP ഭരണത്തിനെതിരെ, മോദിയുടെ ഭരണത്തിനെതിരെ, ഹിന്ദുക്കളുടെ ആ തീവ്രവാദ ഭരണത്തിനെതിരെ ഇതാ ഞങ്ങൾ പടപൊരുതുന്നു എന്ന രീതിയിൽ ഈ തീവ്രവാദികളെ വെളുപ്പിച്ചെടുക്കുന്ന മുസ്ലിം നാമധാരികളെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. നോക്കൂ, ഏതെങ്കിലും ഒരു ഹിന്ദുവോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ ഇവന്മാരുടെ മതത്തിനെതിരെയോ ഇവരുടെ ആശയങ്ങൾക്കെതിരെയോ ഇവർക്കെതിരെ എന്തെങ്കിലും ഇവിടെ തീവ്രവാദം പ്രവർത്തിക്കാറുണ്ടോ? ചിന്തിക്കൂ മനുഷ്യന്മാരെ, ചിന്തിക്കൂ. ഇനിയും അടിമകളാവാതെ ഇടതനും വലതിനും ഓരിത്തരുന്ന, അതല്ലെങ്കിൽ ഓതിത്തരുന്ന, എറിഞ്ഞു തരുന്ന, നക്കാപ്പിച്ച നക്കുന്ന വെറും അടിമകളാവാതിരിക്കുമെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നമുക്ക് കഴിഞ്ഞ മണിക്കൂറിൽ ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആനുകാലിക വിഷയങ്ങളിൽ നിഷ്പക്ഷമായി തന്നെ ഒട്ടേറെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം, ഭാസ്കരൻ നായർ അജയൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളുമായിട്ടൊന്നും നമ്മൾക്ക് പൊരുത്തപ്പെടാനാവില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം നിഷ്പക്ഷനായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി പോലും പോസ്റ്റ് ഇട്ടിട്ടുള്ള ആ വ്യക്തി എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ട്. അത് ആനുകാലികമാണ്, നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ടതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാക്കന്മാർ ായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അനുഭവിക്കുന്ന, കോൺഗ്രസ് പാർട്ടിയിലെ കൊങ്ങികളായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അനുഭവിക്കുന്ന, എന്നാൽ അവർക്ക് പുറത്തു പറയാൻ ഒരിക്കലും സാധ്യമാവാത്ത രീതിയിൽ വളർത്തിയെടുത്തിട്ടുള്ള മുസ്ലിം ഭീകരവാദികൾക്ക് മുൻപിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ വെളിപ്പെടുത്തലുകൾ പച്ചയ്ക്ക് പറയുമ്പോൾ അത് നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ ഭാസ്കരൻ നായർ എന്ന് പറയുന്ന അജയൻ എന്ന് വിളിക്കപ്പെടുന്ന അയാൾ എഴുതിയ പോസ്റ്റ് എങ്ങനെയെന്ന് അറിയാമോ? എന്റെ പ്രിയപ്പെട്ട കേരളീയർ, ദയവായി ഇത് കേൾക്കണം. എന്നെ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം. ഹിന്ദുവായ മാതാപിതാക്കളിൽ ഭാരതത്തിൽ, കേരളത്തിൽ ജനിച്ചു. ഞാനോ എന്റെ കുടുംബക്കാരോ അന്യ സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കാനോ അവരുടെ ആചാര രീതികൾ തടസ്സപ്പെടുത്താനോ അവരുടെ മത ഗ്രന്ഥങ്ങളിൽ പ്രവാചക ദൈവങ്ങളെ അപഹസിക്കാനോ പോയിട്ടില്ല. ബാക്കി എല്ലാം വിട്ടേക്കൂ. 1947 ശേഷം മനസമാധാനത്തോടെ ജീവിക്കാനാണ് ഇന്ത്യയെ മതപരമായി വെട്ടിമുറിച്ച് ഒരു പങ്ക് മറ്റൊരാൾക്ക് നൽകിയത് എന്ന ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നു, ഞാൻ കല്ലിനെയോ മരത്തെയോ ആരാധിച്ചാൽ നിനക്ക് എന്താടാ പ്രശ്നം? നിന്റെ കുഴപ്പം എന്താണ്? ഈ വെള്ളവും ഭക്ഷണവും കഴിച്ച് മനസമാധാനത്തോടെ കഴിയേണ്ടതിന് പകരം നീ എന്തിനാണ് അന്യമതസ്ഥരെ കൊല്ലാൻ നടക്കുന്നത്? എന്തിന്? മറുപടിയുണ്ടോ? മറുപടി തരൂ. ഇക്കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ ദേശഭക്തി ഗാനം പാടിയ പിഞ്ചു കുരുന്നുകളെ തീവ്രവാദികൾ എന്ന് വിളിച്ച് തെമ്മാടി സമൂഹമേ, നീയൊക്കെ ഇവർക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? ഇനിയോ, ദളിതനെന്നും ഈഴവനെന്നും നായരെന്നും നമ്പൂരിയെന്നും മറ്റ് ജാതികളെന്നും റോമൻ കത്തോലിക്കർ എന്നും യാക്കോബൈറ്റ് എന്നും CSI എന്നും പറഞ്ഞ് വിഘടിച്ചു നിൽക്കുന്ന തലച്ചോർ കണ്ടവന് പണയം വെച്ചവരെ, തലച്ചോർ കൊണ്ടുപോയി പണയം വെച്ചവരെ ദാ വായിക്കേ. അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് MBBS ഡോക്ടറാണ്. ഡൽഹിയിൽ നടന്ന തീവ്രവാദ മുസ്ലിം ഭീകരവാദത്തിൽ ബോംബ് പൊട്ടിച്ച, അതല്ലെങ്കിൽ അതിന് പിറകിൽ പ്രവർത്തിച്ചവരെയാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് MBBS കഴിഞ്ഞ ഡോക്ടറാണ്. പ്രാക്ടീസും
ഉണ്ട്. ഇവൻ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറേസാൻ പ്രവിശ്യയുടെ ISKP-യുടെ സ്വയം പ്രഖ്യാപിത തലവൻ അബു ഖാദിജയുടെ അനുയായിയാണ്. ഈ ISKP-യുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഇവരുടെ മതത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും കൊന്നൊടുക്കുക. അപ്പോൾ ഇവർ കൊല്ലാനായി തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെയാണ്? അതെ, പഹൽഗാമിൽ മുണ്ട് പൊക്കി നോക്കി ഹിന്ദുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മതമേതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വെടിവെച്ച് കൊന്നില്ലേ, അതേപോലെയാണ് ഇതും. ഈ മൊഹീദ്ദീൻ സൈദീനും കൂട്ടാളികളായ ആസാദ് സുലൈമാൻ ഷെയ്ഖ്, മുഹമ്മദ് സുഹൈൽ, മുഹമ്മദ് സലീം എന്നിവർക്കും ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ CPM എന്നോ കോൺഗ്രസ് എന്നോ നമ്പൂതിരി എന്നോ ദളിത്, ഈഴവ, യക്കോബൈറ്റ്, റോമൻ കത്തലിക്, CSI, പെന്തിക്കോസ്ത് എന്നോ വിചാരം ഇല്ലടേ. അവർക്ക് നീയൊക്കെ അവരുടെ മതത്തിൽ വിശ്വസിക്കാത്ത അസത്യവാദികളാണ്, വെറും കാഫിറുകളാണ്, കൊല്ലപ്പെടേണ്ടവൻ മാത്രമാണ്. എന്നിട്ടോ നിങ്ങളെ കൊല്ലുക എന്നതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങൾ ഒരുവനെ പോലും കൊന്നാൽ അവർക്ക് സ്വർഗത്തിൽ വൻപിച്ച ഓഫറുകളാണ് കാത്തിരിക്കുന്നത്. അതിനായി ഒരു ദൈവം കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇനിയും തലച്ചോറ് അടിമത്തം വെച്ചുകൊണ്ട് പണയം വെച്ച് നടക്കുന്ന ഹിന്ദുവേ, ക്രിസ്ത്യാനി, ഇയാൾ പറയുന്നത് ഇനിയെങ്കിലും അല്പം കേൾക്കുക. അതിനായി അവർ 4 കിലോയിലധികം റിൻസിൻ എന്ന അതിമാരക വിഷം സംഘടിപ്പിച്ചു. പൊട്ടാസ്യം സൈനൈഡിനേക്കാൾ പല മടങ്ങ് വീര്യമുള്ളത്. മണമോ സ്വാദോ ഇല്ലാത്ത ഈ വിഷം അവർ വാട്ടർ ടാങ്കുകളിൽ, അമ്പലപ്രസാദത്തിൽ, അന്യമതസ്ഥർ കൂട്ട പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്തുള്ള ഭക്ഷ്യ സാധനങ്ങളിൽ കലർത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കും. ആറ്റുകാൽ പൊങ്കാല ഏകദേശം 15 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകൾ സംഗമിക്കുന്ന ഇടം, പരുമല പള്ളി, തെക്കൻ കുരിശ് തീർത്ഥയാത്ര, ശബരിമല അരവണ പായസം തുടങ്ങിയവയിലൊക്കെ ഈ വിഷത്തിന്റെ ഒരു തുള്ളി കലർത്തിയാൽ പിറ്റേ ദിവസം ലക്ഷക്കണക്കിന് പേർ മരിച്ചു വീഴും. അതിനായിട്ടാണ് ഇവർ ഈ വിഷം സംഘടിപ്പിച്ചത്. നോക്കൂ, ഇതിന്റെ മാരകമായിട്ടുള്ള കാര്യമാണ് ഈ ഭാസ്കരൻ നായർ എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത്. എന്നിട്ട് ഇതൊക്കെ ആരുടെ തലയിലാ കൊണ്ടിട്ടത്? നരേന്ദ്രമോദിയുടെയും BJP-യുടെയും RSS-ന്റെയും തലയിൽ കൊണ്ടിട്ടുകൊണ്ട് ഇവരീ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്ന മുസ്ലിം കൊടും ഭീകര വർഗത്തോട് ഇത് പച്ചയ്ക്ക് ഉറക്കെ വിളിച്ചു പറയാൻ ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുമ്പോൾ, ഇത്തരത്തിൽ ഈ തീവ്രവാദികൾ, മുസ്ലിം ഭീകരവാദികൾ വിഷം കലർത്തി കൊന്നൊടുക്കുമ്പോൾ, അപ്പോൾ നീയൊക്കെ വാവിട്ട് നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇനിയും ഭാസ്കരൻ നായർ പറയുന്നു, എന്തിനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത്രയും നേരം വായിട്ടലച്ചത് എന്നറിയാമോ? ഭാസ്കരൻ നായർ ചോദിക്കുന്ന പോലെ തന്നെ ഞാനും ചോദിക്കുകയാണ്. നമ്മളെ പോലെയുള്ള എത്രയോ ആളുകൾ നിങ്ങൾക്ക് മുൻപിൽ ഇത്ര വായിട്ടലച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളെ ജയിലിൽ അടക്കുന്ന രീതിയിലേക്ക്, അത്തരത്തിൽ വായിട്ടലക്കുന്ന ആളുകളെയൊക്കെ കേസെടുത്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുമ്പോഴും വീണ്ടും ഞങ്ങൾ ആ വാ പൂട്ടിയിരിക്കാതെ നിങ്ങളോട് വീണ്ടും പറയുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കൂ ഹിന്ദുക്കളെ, മനസ്സിലാക്കൂ ക്രിസ്ത്യാനി എന്ന് പച്ചയ്ക്ക് മതം തിരിച്ച് തന്നെ പറയേണ്ടതുണ്ട്. കേരളത്തിന്റെ പൊതുവിലെ ഒരു ഘടന അനുസരിച്ച് നിങ്ങളെ സഹായിക്കാൻ ആരും കാണില്ല. ഇടതും വലതും നിങ്ങളെ സഹായിക്കില്ല എന്ന് തന്നെയാണ് സത്യം. തനിക്ക് താനും പുരയ്ക്ക് തൂണും. അതുകൊണ്ട് സ്വയം ജാഗരൂകരായിരിക്കുക. ഭക്ഷണം വീട്ടിൽ നിന്ന് മാത്രം കഴിക്കുക. പുറത്തു പോകുമ്പോൾ കുറച്ച് ഭക്ഷണവും ജലവും കരുതുക. ആ രീതിയിലേക്ക് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ മാറിയിരിക്കുന്നു, അതല്ലെങ്കിൽ ഈ നാടിനെ മാറ്റിയിരിക്കുന്നു എന്നതാണ് സത്യം. അവസാനമായി, ഈ തീവ്രവാദികളല്ല പ്രവർത്തകർ 1,00,000 പേരെ കൊന്നാലും 10 വർഷങ്ങൾ കഴിഞ്ഞ് ജയിൽ മോചിതനായി മെച്ചപ്പെട്ട ജീവിതം നയിക്കും. അതിന് അവരെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ സഹായിക്കും. നഷ്ടപ്പെട്ടത് നിനക്ക് മാത്രമായിരിക്കും, നിനക്ക് മാത്രം. അതുകൊണ്ട് ജാതിമത ചിന്തകൾ ഒഴിവാക്കൂ. തീവ്രവാദത്തിനെതിരെ, മുസ്ലിം ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കൂ, സംസാരിക്കൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. ജയ് ഹിന്ദ്, വന്ദേ ഭാരതം. ഈ പോസ്റ്റിനെന്നല്ല, എന്റെ ഒരു പോസ്റ്റുകൾക്കും കോപ്പിറൈറ്റ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, ഇത് തന്നെയല്ലേ നമ്മളൊക്കെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര ഉദാഹരണങ്ങൾ ഈ നാട്ടിൽ മുസ്ലിം തീവ്രവാദികൾ നമുക്ക് കാണിച്ചു തന്നാലും അതിനെയെല്ലാം മതേതരത്വത്തിന്റെ ആ കണ്ണും വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും വലതുപക്ഷം എന്ന് വിളിക്കുന്ന കോൺഗ്രസ്സുകാരും ഇസ്ലാമിക ജിഹാദികളും പിന്നെയോ മതേതര മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വെറും മുസ്ലിം ലീഗിന്റെ മാത്രം പേരിലുള്ള ആ പാർട്ടിയും ഒക്കെ ഇവിടെ മെനക്കെട്ട് രംഗത്തിറങ്ങുമ്പോൾ അതിൽ കണ്ണും പൂട്ടി വിശ്വസിച്ച് നടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിക്കും ഇനിയും എന്താണ് വേണ്ടത് എന്നാണ് യാഥാർത്ഥ്യം. കാരണം തെളിവ് സഹിതമാണ് ഈ ഡോക്ടർമാർ പൂർണ്ണമായിട്ടും അറസ്റ്റിലായിട്ടുള്ളത്. എന്നിട്ടും നരേന്ദ്രമോദിയുടെയും ഭാരതത്തിന്റെ വളർച്ചയ്ക്കെതിരെയും ഈ പറയുന്ന RSS-നെതിരെയും ഈ പറയുന്ന BJP-ക്കെതിരെയും ഇതിന്റെ കുറ്റം ചാരിക്കൊണ്ട് ആ കുറ്റത്തോടുകൂടി ഈ ഇസ്ലാമിക ഭീകരന്മാരെ, മുസ്ലിം കൊടും ഭീകരന്മാരെ പിടിച്ചെടുക്കാൻ വേണ്ടി കാട്ടുന്ന ആ വ്യഗ്രത ഇവിടത്തെ മുസ്ലിം സമുദായം എന്ന് ഒഴിവാക്കിക്കൊണ്ട് പച്ചയ്ക്ക് തുറന്നു പറയണം, അവർ യഥാർത്ഥത്തിലുള്ള നല്ല മുസ്ലിം
മുസ്ലിങ്ങളാണെങ്കിൽ ഇവരെ ഞങ്ങൾ അനുകൂലിക്കില്ല, ഇത്തരം തീവ്രവാദികൾ മുസ്ലിങ്ങളിൽ പെട്ടവരല്ല, ഈ തീവ്രവാദികൾക്കെതിരെ ഇതാ ഞങ്ങൾ രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വന്ന പോലെ വരണം. എന്തേ വരാൻ പറ്റില്ലേ നിനക്കൊന്നും? പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രം, ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ എന്താ ഈ കേരളത്തിലുള്ള ഇവിടത്തെ മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളും അവരുടെ അമേദ്യം ഭക്ഷിച്ച് അവരുടെ തീട്ടം തിന്ന് നടക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാരും ഹിന്ദുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കളായിട്ടുള്ള കോൺഗ്രസ് ക്രിസ്ത്യനായിട്ടുള്ള കോൺഗ്രസ്സുകാരും ക്രിസ്ത്യനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും എന്താ കാര്യമുണ്ട്. അവിടെയാണ് മതമാണ് വിഷയം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒക്ടോബർ 7 അതിക്രമിച്ച് കയറി അവരുടെ പൗരന്മാരെ കൊന്നൊടുക്കുന്നു, അവരെ കുഞ്ഞുമക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു, നിർദാക്ഷിണ്യം കഴുത്ത് വെട്ടി കൊല്ലുന്നു, കുഞ്ഞുമക്കളെ പോലും പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്ന അവരുടെ സഹോദരിമാരുടെയും ആ ഇസ്രായേൽ പൗരന്മാരുടെ ഭാര്യമാരെയും, എന്തിനേറെ വിദേശത്ത് നിന്ന് മറ്റു രാജ്യത്ത് നിന്ന് ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള വിദേശി വനിതയെ പോലും ബലാത്സംഗം ചെയ്തുകൊണ്ട് പൂർണ്ണ നഗ്നയാക്കിക്കൊണ്ട് അവരുടെ ശരീരം തെരുവിലൂടെ പ്രദർശിപ്പിച്ച ആ മുസ്ലിം ക്രൂരന്മാരെ ഇന്നും നേതാക്കന്മാരായിക്കൊണ്ട് ആരാധിക്കുന്ന വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ ഒന്നടങ്കമുള്ള അതല്ലെങ്കിൽ ഭാരതത്തിൽ ഒന്നടങ്കമുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരാണ്, ആര് തീവ്രവാദം കാണിച്ചാലും അവർക്കെതിരാണെന്ന് പറയാൻ നിന്റെ ഒന്നും നാവ് പൊങ്ങാത്തതെന്താ? നീയൊക്കെ പാലസ്തീന്റെ കണ്ണീര് മാത്രം കാണുമ്പോൾ ഇസ്രായേലിന്റെ കണ്ണീര് നീ കാണില്ല. ഇന്ത്യയിൽ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പട്ടാളക്കാരുടെ വേഷമണിഞ്ഞു വന്ന മുസ്ലിം തീവ്രവാദികൾ അവിടുത്തെ വിനോദസഞ്ചാരികളായിട്ടുള്ള എന്റെ സഹോദരങ്ങളെ, എന്റെ ഭാരതീയരെ തുണി പൊക്കി നോക്കിക്കൊണ്ട് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുസൽമാന്മാരെ ഒഴിവാക്കിക്കൊണ്ട് കാഫിറുകളെ കൊന്നൊടുക്കി മതം തിരിഞ്ഞ് കണ്ടുപിടിച്ച് കൊന്നപ്പോൾ എന്തേ പഹൽഗാമിലെ അവർക്കെതിരെ നിനക്കൊക്കെ നിന്റെ വായിൽ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയായിരുന്നോ? നീയൊക്കെ നിന്റെ അണ്ണാക്കിൽ പഴം തിരികിയിരിക്കുകയായിരുന്നോ? ഭാരതത്തിലെ നിന്റെയൊക്കെ സഹോദരങ്ങളെന്ന് നിനക്ക് ഈ ഭാരതീയരെ വിശ്വസിക്കാനാവാതെ അതല്ലെങ്കിൽ അതുപോലെ കരുതാനാവാതെ മതത്തിന്റെ പേരിൽ മാത്രം പലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടിയും പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടും കരയുന്ന കണ്ണീരൊഴുക്കുന്ന നിനക്കൊക്കെ എന്തേ നിന്റെ സഹോദരന്മാരായിട്ടുള്ള നിന്റെ പെറ്റനാട് നിനക്ക് നക്കാൻ തന്നുകൊണ്ടിരിക്കുന്ന ഇരിക്കാനിടം തന്നിട്ടുള്ള ഈ നാട്ടുകാർ ചത്തൊടുങ്ങുമ്പോൾ അവരെ കൊല്ലുന്ന മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം ഭീകരവാദികൾക്കെതിരെ നിനക്ക് മിണ്ടാട്ടം മുട്ടുമ്പോൾ ഇവിടെ ചത്ത് മണ്ണടിയുന്ന ഇവിടത്തെ നീ വിശ്വസിക്കുന്ന കാഫിറുകൾ നിന്റെ സഹോദരങ്ങളാടോ? ആ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീർ വേണ്ട, ഒരു ചെറിയൊരു വാക്ക് കൊണ്ടെങ്കിലും പ്രതിഷേധിക്കാൻ എന്താടോ നിനക്ക് പറ്റാത്തത്? ഒരേ കാരണമേ ഉള്ളൂ, ഇതേ ഉള്ളൂ. എന്താ? മതമാണ് പ്രശ്നം. കൊല്ലുന്നവൻ മുസ്ലിം ഭീകരവാദിയും കൊല്ലപ്പെടുന്നവൻ നിനക്കൊക്കെ നിന്റെ വിശുദ്ധ പുസ്തകം കിതാബിൽ പറഞ്ഞിരിക്കുന്ന കാഫിറുമാകുമ്പോൾ അവരെ കൊന്നൊടുക്കുന്നത് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന നീ, ഒരു കാലത്ത് ഈ ഭാരതവും ഇസ്ലാമിക രാജ്യമാവാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന നിനക്ക് ഇവിടത്തെ ഭാരതീയരായാലും ഓരോ കാഫിറുകളും കൊന്നൊടുക്കുമ്പോൾ ആ കൊന്നൊടുക്കുന്ന തീവ്രവാദി നായകനായി മാറുന്നു. നിനക്കൊക്കെ അവൻ റോൾ മോഡലായി മാറുന്നു. 13,000-ലധികം വരുന്ന ഇവിടത്തെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന 1921 കാലഘട്ടത്തിലെ മുസ്ലിം തീവ്രവാദിയെ ഇന്നും നായകനായി വാഴ്ത്തുന്ന ടിപ്പു എന്ന് വിളിക്കുന്ന പട്ടി സുൽത്താൻ നിനക്ക് നായകനാവുമ്പോൾ ഇവിടത്തെ ഹിന്ദുവിനെ കൊല്ലുകയും അവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നശിപ്പിക്കുകയും അവന്റെ സ്ത്രീജനങ്ങളെ ബലാത്സംഗം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഈ കാലത്തെ ടിപ്പു ആയാലും ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആയാലും അവരെയൊക്കെ ആരാധനയോടെ വാഴ്ത്തുന്ന നീയൊക്കെ ഇന്ന് ഇസ്രായേലിനെതിരെ പലസ്തീൻ എന്ന് പറയുന്ന നാട്ടിലെ കൊടും തീവ്രവാദികൾ, ഹമാസ് കൊടും ഭീകരവാദികൾ നിനക്ക് നായകന്മാരാകുമ്പോൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ടിപ്പുവും നിനക്ക് നായകന്മാരാകുമ്പോൾ എങ്ങനെയാണോ ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും നിന്നെ വിശ്വസിച്ച് കഴിയുക എന്നുള്ളത് ഇനിയെങ്കിലും ഓരോ കാഫിറും ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഡൽഹിയിൽ നടന്ന അക്രമമാവട്ടെ, പഹൽഗാമിൽ നടന്ന ആക്രമണമാവട്ടെ, ഒട്ടേറെ എടുത്തെടുത്ത് പറയാവുന്ന ഓരോ ആക്രമണങ്ങളിലും കൊല്ലപ്പെടുന്ന കാഫിറുകൾക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീരൊഴുക്കാൻ സാധിക്കാത്ത ഒന്ന് തൊണ്ട പൊട്ടിക്കൊണ്ട് വേണ്ട ചെറിയൊരു ശബ്ദത്തിലെങ്കിലും ഇതിനെതിരെ ഈ ഇസ്ലാമിക ജിഹാദികൾക്കെതിരെ മുസ്ലിം ഭീകരവാദികൾക്കെതിരെ ചെറിയൊരു ശബ്ദം പുറപ്പെടുവിക്കാൻ പോലും ത്രാണിയില്ലാതെ അവനൊക്കെ ചെയ്യുന്നതിൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന നിങ്ങളോട് ഇനിയും ഇത്തരത്തിൽ പ്രതികരിക്കുന്ന സമൂഹമായി ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും മാറിയില്ല എന്നുണ്ടെങ്കിൽ ഹേ ഹിന്ദുവേ, ഹേ ക്രിസ്ത്യാനി, നിന്റെ നാളത്തെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. നാളെ ഇന്ന് ഇവിടെയാണെങ്കിൽ ഇന്ന് അവിടെയാണെങ്കിൽ എവിടെയാണെങ്കിലും നാളെ നിന്റെ വീട്ടിലും ഇതൊക്കെ നടക്കുമെന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സഖാക്കന്മാർ പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സഖാത്തിമാർ പച്ചയ്ക്ക് കണ്ണീരോടുകൂടി
കൂടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ സംഘടന, ഞങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിച്ച ഞങ്ങളുടെ രാഷ്ട്രീയം അവരെല്ലാം മുസ്ലിം തീവ്രവാദികൾക്ക് വഴിപ്പെട്ടിരിക്കുന്നു, അടിപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പറയുമ്പോൾ ആ സഖാത്തിയുടെ കണ്ണുനീർ കാണാതിരിക്കാനാവില്ല, അത് മാന്യ പ്രേക്ഷകരോട് പറയാതിരിക്കാനുമാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.